വെൽക്കം ബാക്ക് ടു സാലോ ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മളെല്ലാവരും 9th CBSE അല്ലെ ഈ ഒരു അക്കാദമിക് ഇയർ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന, ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടാനായിട്ട് അല്ലെ. നമുക്കറിയാം 9th CBSE-കാരെ സംബന്ധിച്ചിടത്തോളം ഈ അക്കാദമിക് ഇയർ പുതിയ സിലബസ് ആണ്, ന്യൂ NCERT സിലബസ് ആണ് നമ്മൾ എല്ലാവരും പഠിക്കാനായിട്ട് പോകുന്നത്. അത് ഓൾറെഡി നമുക്ക് അറിയായിരുന്നു. കാര്യം CBSE തന്നെ നമുക്ക് സിലബസിന്റെ അപ്ഡേഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സിലബസ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ നിമിഷത്തിനുള്ളിൽ തന്നെ, ഈ ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാത്തൊരു കാര്യം, നമുക്ക് കിട്ടാത്തൊരു കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു അല്ലെ. ഇന്നിതാ നമ്മുടെ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കറിയാം NCERTയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ ഇതാ നമ്മുടെ ചാനലിൽ തന്നെ മുന്നേ പോയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണുക. അതിനകത്ത് കൃത്യമായിട്ട് ഏത് രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം സയൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, നമ്മുടെ സ്വന്തം കെമിസ്ട്രിയും ഉണ്ട് അല്ലെ. കെമിസ്ട്രിയുടെ ന്യൂ NCERT സിലബസ് ഒക്കെ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്തിട്ടുള്ള സ്ഥിതിക്ക്, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുള്ള സ്ഥിതിക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകൾക്കറിയാം 3 ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ആ 3 ചാപ്റ്റേഴ്സിന്റെ സൈസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ പരന്ന് കിടക്കുവാണ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കാര്യം സിലബസ് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് അറിയായിരുന്നു അത്യാവശ്യം എന്താണ് ഇൻ ഡെപ്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് എന്ന്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്ന സമയത്ത് ഓരോ ചാപ്റ്ററും നോക്കുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ആ ആക്ടിവിറ്റീസിലൂടെയാണ് ഓരോ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിക്കും ചാപ്റ്റർ 5 എന്നാണല്ലോ കൊടുത്തത്. ആക്ച്വലി ഈ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് സയൻസിൽ ചാപ്റ്റർ 5 ആണ്, കെമിസ്ട്രിയിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ അല്ലെ. അപ്പൊ സ്കൂൾസിൽ ചിലപ്പം ഏത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു അക്കാദമിക് ഇയർ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിൽ ആദ്യം വരുന്ന ചാപ്റ്റർ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓൾറെഡി നമ്മളെ സിലബസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സിനെ പറ്റിയും അതിന്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. കൂട്ടത്തിൽ സെപ്പറേഷൻ മെത്തേഡ്സും നമുക്ക് കാര്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. തുടക്കത്തിൽ തന്നെ കുറെ ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് നമ്മൾ ഈ മിക്സ്ചേഴ്സിലേക്കും അതുപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചർ അല്ലാത്ത പ്യുവർ സബ്സ്റ്റൻസിനെ പറ്റിയും നമ്മളിവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട്. കാര്യം ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള സോളിഡ്സിനെ പറ്റിയും ലിക്വിഡ്സിനെ പറ്റിയും ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അല്ലെ, അവിടെയൊക്കെയുള്ള നമ്മുടെ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റിനെ പറ്റിയൊക്കെ 8th CBSE ന്യൂ NCERT സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ബാക്കി എന്നോണമാണ് ആക്ച്വലി 9th CBSE നമ്മുടെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മിസ് ഇതാ പറയുന്നത് കെമിസ്ട്രിയിൽ മാത്രം വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. സോ നെക്സ്റ്റ് വരുന്നത് ജേർണി ഇൻസൈഡ് ദ ആറ്റം എന്ന് പറയുന്നത് നമ്മുടെ 8th ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. കാര്യം ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എപ്പോഴും ഒരു ചാപ്റ്ററിനെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഹയർ ക്ലാസ്സിലേക്കും കൂടെ അല്ലെ, അവിടെയും കൂടെ നമ്മൾ ചിന്തിക്കണം. കാര്യം എന്താണ്, 9th മുതൽ അങ്ങോട്ട് നമുക്കറിയാം CBSE അനുസരിച്ച് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവുക നമ്മുടെ NCERT സിലബസ് ആണ് അല്ലെ. CBSE സിലബസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഏത് സ്കൂളാണ്, നിങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും ഈ സിലബസ് ആണ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക അല്ലെ. ഇതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഹയർ ക്ലാസ്സുകളിലെയും ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുടെ ഫൗണ്ടേഷൻ കൂടിയായിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ആലോചിക്കുക, ജേർണി ഇൻസൈഡ് ദ ആറ്റം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ അകത്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് സ്ട്രക്ചേഴ്സ്, ആറ്റോമിക് സ്ട്രക്ചേഴ്സിനെ പറ്റി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. കുറേ സയന്റിസ്റ്റിന്റെ പേരുകളൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അങ്ങനെ ചുമ്മാ പേരുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആറ്റത്തിന്റെ അകത്തുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത അല്ലെ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സിംബൽസ് ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തുള്ള അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ, ഈ പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിന്റെ വാലൻസി, ഒക്ടറ്റ് റൂൾ എന്ന് തുടങ്ങി ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. വളരെ ബേസിക് ആയിട്ട് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഹയർ ക്ലാസ്സിലേക്ക്
ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഇനി നിങ്ങൾ പഠിക്കും. ഇതുവരെ നിങ്ങൾ പഠിക്കാത്ത പോലെ അല്ല അല്ലെ. അവിടേക്കൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കിക്കാണേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ എങ്കിലും ഓരോ ചാപ്റ്ററും അത്രയ്ക്ക് ബിഗ് ആണ്. അതിന്റെ സൈസ് നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ തരത്തിലുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനകത്തുനിന്നും ഒരുപാട് കാര്യങ്ങൾ ടോപ്പിക് ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് 9th ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റോമിക് ഫൗണ്ടേഷൻസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, ആറ്റത്തിനെ പറ്റി പഠിക്കാതെ എന്ത് കെമിസ്ട്രി അല്ലെ. അപ്പൊ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, നേരത്തെ തൊട്ട് മുന്നേ കണ്ടിട്ടുള്ള ചാപ്റ്ററിലും ഈ ഒരു ചാപ്റ്ററിലുമായിട്ട് നമ്മൾ പഠിക്കും. ഈ ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ ഡിഫറെന്റ് ലോസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അത് കൂടാതെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളെടുത്ത്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമുക്കറിയാം 9th നമുക്ക് ബോർഡ് എക്സാം ഒന്നുമില്ല. അപ്പൊ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് 9th കൊടുക്കണ്ടോ എന്ന് ആലോചിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ മിസ് ചെയ്യുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടല്ലോ, നമുക്കറിയാം തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ അതിനകത്ത് കുറെ എലമെന്റ്സിനെ പറ്റിയും അല്ലെ ഈ പറയുന്ന രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആറ്റത്തിനെ പറ്റിയൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അല്ലെ. സബാറ്റോമിക് പാർട്ടിക്കിൾ, ഒക്ടറ്റ് റൂൾ എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു എലമെന്റ് കോമ്പൗണ്ട് ആകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് ഉണ്ട്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതൊക്കെ ഡിഫറെന്റ് ആക്ടിവിറ്റീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു വർഷം, ഈ ഒരു ഇയറിലുണ്ടല്ലോ നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സ്, അതായത് 10th നിങ്ങളുടെ സീനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സ് അല്ല, നിങ്ങളുടെ തൊട്ട് മുന്നേയുള്ള സീനിയേഴ്സ് വരെ അല്ലെ, അവർ വരെ 10th ഇപ്പൊ അവർക്കൊരു സിലബസ് ഉണ്ടല്ലോ, അതനുസരിച്ച് അവർ ആ ഒരു വർഷം പഠിക്കുന്ന 2 ടോപ്പിക്കുകൾ ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? അയണിക് ബോണ്ടിങ്ങും അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ടിങ്ങും. നിങ്ങളിപ്പോൾ ആലോചിക്കും ഇത് എന്താ സംഭവം എന്ന്. ഇതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ടെൻഷൻ ആക്കുവല്ല, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്താ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ആവുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ പഠിക്കുക പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ, നമുക്കറിയാം ഓരോ വർഷവും CBSE ഒരുപാട് രീതിയിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് മാറുമ്പോൾ അവിടെ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുക നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ബേസിനെ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ഹയർ ക്ലാസ്സിലേക്കുള്ള സിലബസുകൾ അല്ലെങ്കിൽ അതിന്റെ അപ്ഡേഷൻസ് എന്നൊക്കെ പറയുന്നത്. സോ പഠിക്കാനുള്ളതൊക്കെ വളരെ നീറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ച് സെറ്റ് ആക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കെമിസ്ട്രിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റിലും, ഇപ്പൊ സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സ് ആൻഡ് ബയോളജി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കും. അതിനർത്ഥം നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സാം ആണെന്നൊന്നും അല്ല. സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ എക്സാം തന്നെയാണ്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് മിക്കവാറും നിങ്ങളുടെ സ്കൂൾസിലും ഈ രീതിയിൽ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ പോകുന്നുണ്ടാവുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. നമ്മുടെ സിലബസ് ഒക്കെ ഏർലി തന്നെ നമുക്ക് കവർ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, എക്സാമുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വളരെ അടിപൊളിയായിട്ട് തന്നെ അത് നമ്മളത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റിയാണ് മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്. ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്നിട്ട് ഒരു റെഡ് ഹാർട്ട് മിസ്സിന് വേണ്ടി നൽകുക, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളോടാണ് നിഞ്ച ബാച്ച് എന്ന് പറയുന്നത് 9th CBSE-കാർക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ സൈലത്തിന്റെ. അവിടെ ഡിഫറെന്റ് പ്ലാനോട് കൂടിയിട്ടാണ് ഈ ഒരു വർഷം നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കൊരു ബേസ് പ്ലാനും ഒരു ഇൻഫിനിറ്റി പ്ലാനും ഒരു ഇൻഫിനിറ്റി പ്രോ പ്ലാനും ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മൂന്നും തമ്മിലുള്ള ആ ഒരു പ്രൈസിൽ വരുന്ന ഡിഫറൻസ് ഒക്കെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് നമ്മുടെ ലൈവ് ആൻഡ് റെക്കോർഡേഴ്സ് ക്ലാസ്സുകൾ, അതായത് ലൈവ് ക്ലാസ്സുകളും ആ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ ബേസ് പ്ലാനിൽ ഉണ്ടായിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് മെറ്റീരിയൽസ്, തൈലത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാ ലേൺ ഉണ്ട്, മൈൻഡ് മാപ്പ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേൾ വീഡിയോസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂൾസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോളണമെന്നില്ല. നമ്മളിവിടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയി. അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പാരലൽ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് പേൾ വീഡിയോസ്. അപ്പൊ ഇതിനൊക്കെ ആക്സസ് വേണമെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റി പ്ലാൻ എടുക്കണം. ഇനി
ഇൻഫിനിറ്റി പ്രോ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻഫിനിറ്റിയും ഇൻഫിനിറ്റി പ്രോ പ്ലാനും തമ്മിൽ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. അത് നമ്മുടെ ഫാൽക്കൺ ബാച്ചിന്റെ ഡിഫറൻസ് ആണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫാൽക്കൺ ബാച്ചിനെ പറ്റി. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ബേസിക് ക്ലാസ്സുകൾ നമ്മൾ നൽകുകയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മൾ 12th അല്ലെങ്കിൽ 11th മാത്രം പഠിച്ചാൽ പോരാ ഇതിനൊന്നും വേണ്ടിയിട്ടല്ലേ. കാര്യം നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ഏർലി തന്നെ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, കോച്ചിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളും ഒട്ടും ബേർഡൻ ആവാത്ത രീതിയിൽ നമ്മുടെ സിലബസിനോട് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുവാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ചിലൂടെ. സോ ഫാൽക്കൺ ബാച്ചിൽ നിങ്ങൾക്ക് തനിച്ചും അഡ്മിഷൻ എടുക്കാം. പക്ഷെ അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും നിങ്ങൾ 9th CBSE നമ്മുടെ നിഞ്ച ബാച്ചിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്, ഫാൽക്കൺ ബാച്ചിലൂടെ ആഡ് ചെയ്തിട്ടുള്ള ഇൻഫിനിറ്റി പ്രോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് രീതിയിൽ നിങ്ങൾ ഏത് പ്ലാൻ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്നത് ഏതാണോ ആ ഒരു പ്ലാൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അടങ്ങുന്ന ബാച്ച് തന്നെയാണ്. കാര്യം അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാരന്റ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ കൺഫ്യൂഷൻസും തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ നിഞ്ച ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു ഓഫർ വിഷു ഓഫർ ആണ്. അപ്പൊ ആ ഓഫർ ഒരുപാട് നാളത്തേക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, പെട്ടെന്ന് ഫില്ല് ആവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാലത്തേക്കൊന്നും നമുക്ക് ഓഫർ ഉണ്ടാവില്ല. സോ ഈ ഒരു ഓഫർ ഉള്ള ടൈമിൽ തന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് ഈ 9th CBSE നമുക്ക് സെറ്റ് ചെയ്യണം. ഈ ഒരു വർഷം ബോർഡ് എക്സാം ഇല്ലെങ്കിൽ പോലും വരുന്ന വർഷം നമുക്ക് ഫേസ് ചെയ്യാനുള്ളത് ഒരു ബോർഡ് എക്സാം ആണ്. അതോടൊപ്പം തന്നെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ വേൾഡിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക. ആൻഡ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനും മറക്കരുത്. സോ നമ്മുടെ ഈ പറയുന്ന നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ 9 CBSE സെറ്റ് ആയിട്ട് പഠിക്കാണ്. സോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.